മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ഇഡി നടത്തിയ റെയ്ഡിന് പിന്നാലെ തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയ ആക്രമണ സംഭവങ്ങൾ വലിയ പോലീസ് വീഴ്ചയാണെന്ന വിലയിരുത്തലിനിടെ സംഭവത്തിൽ വിശദീകരണം നൽകാൻ DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി. റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ നടന്ന ആക്രമണവും സുരക്ഷാ ക്രമീകരണങ്ങളിലുണ്ടായ പാളിച്ചകളും കൂടിക്കാഴ്ചയിൽ മുഖ്യ വിഷയമായി. തിരുവനന്തപുരം നഗരത്തെ പിടിച്ചുകുലുക്കിയ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയായ CMRL ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ ഒരു നിർണായക നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എത്തിച്ചത്. ഈ കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയുമായി CMRLന് ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് അന്വേഷണ ഏജൻസികൾ നോക്കിക്കാണുന്നത്. ദീർഘനാളായി തുടരുന്ന ഈ നിയമ നടപടികളുടെ ഭാഗമായി ED സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ഹൈക്കോടതി ഈ വിഷയത്തിൽ റെയ്ഡ് നടത്താൻ അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് വേഗത്തിലായത്. കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതീവ രഹസ്യമായാണ് ED ഉദ്യോഗസ്ഥരും കേന്ദ്ര സുരക്ഷാ സേനയും തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കായി എത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷം ED ഉദ്യോഗസ്ഥരും കേന്ദ്ര സേനാംഗങ്ങളും വസതിയിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് സ്ഥിതിഗതികൾ അപ്രതീക്ഷിതമായി കൈവിട്ടുപോയത്.